തിരുവചനം തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ ഈശോ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വചനം നമുക്ക് ശ്രവിക്കാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ തിരുവചനങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ മലിനപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലുവാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഴുതുന്ന ലേഖനങ്ങൾ മുഴുവനും പരിശോധിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ലേഖനം, റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. എന്താണ്? ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1:3, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. 2 കൊറിന്തോസ് 1:2, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. അടുത്തത് ഗലാത്യ 1:3, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. അടുത്തത് എഫേസോസ് 1:2, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:2, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. കൊളോസോസുകാർക്കെഴുതിയ ലേഖനം 1:2, ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തെസ്സലോനിയക്കാർക്കെഴുതിയ 1-ാം ലേഖനം 1:1, ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തെസ്സലോനിയക്കാർക്കെഴുതിയ 2-ാം ലേഖനം 1:2, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. തീത്തോസിനെഴുതിയ 1-ാം ലേഖനം 1:1, തിമോത്തിയോസിനെഴുതിയ 1:1, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. തിമോത്തോസിനെഴുതിയ 2-ാം ലേഖനം 1:2, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. തീത്തോസിനെഴുതിയ 1-ാം അധ്യായം 4, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. ഫിലമോൻ എഴുതിയ 1-ാം ലേഖനം 3-ാം വചനം, ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. കണ്ടോ, പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളുടെയും ആരംഭത്തിൽ, എല്ലാ സഭകൾക്കുമുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ്ലീഹ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, യേശുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. എല്ലാ ലേഖനം, റോമ, കൊറിന്തോസിലെ സഭയ്ക്ക്, എഫേസോസിലെ സഭയ്ക്ക്, ഗലാത്യയിലെ സഭയ്ക്ക്, ഫിലിപ്പിയിലെ സഭയ്ക്ക്, തെസ്സലോനിയക്കാർക്ക്, തിമോത്തിയോസിന്, ഫിലമോന്, ഇങ്ങനെ എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും എന്താണ് പൗലോസ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. എന്താ അർത്ഥം? എന്താ? നമുക്കറിയാം, എല്ലാവർക്കും എഴുതുമ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. എല്ലാ സഭകളുടെയും പ്രശ്നം വ്യത്യസ്തമാണ്. റോമായിലെ പ്രശ്നമല്ല ഗലാത്യയിലെ പ്രശ്നം. ഗലാത്യ സഭയെ നേരിടുന്ന പ്രശ്നമല്ല കൊറിന്തോസിലെ സഭയുടെ പ്രശ്നം. കൊറിന്തോസിലെ സഭയിലെ പ്രശ്നമല്ല എഫേസിലെ സഭയുടെ പ്രശ്നം. തെസ്സലോനിയക്കാരുടെ പ്രശ്നം മറ്റൊന്നാണ്. എല്ലാ പ്രശ്നങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, എല്ലാ സഭകളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ എന്താണ് പ്രധാനപ്പെട്ടത്? ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാധ്യതകൾ വ്യത്യസ്തമാണ്. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാണ് ചിലരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ചിലർക്ക് രോഗമാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ചിലർക്ക് ജീവിത പങ്കാളിയോർത്തുള്ള ദുഃഖം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഏതെങ്കിലും കുറവാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഏതെങ്കിലും ദുശീലങ്ങളാണ് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏതെങ്കിലും തടസ്സങ്ങളാണ് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് ചില വ്യക്തികൾ സമാധാനം നഷ്ടപ്പെടുത്താം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പല രീതിയിലുള്ള മുള്ളുണ്ട്. നമ്മുടെ സമാധാനം, നമ്മുടെ ആഹ്ലാദം, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്.
ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. പക്ഷേ ഈ സമാധാനവും കൃപയും സമാധാനവും ഒരുമിച്ച് പോകുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവം ഒരു കൃപ തരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ കൃപയാണ് പ്രവർത്തിക്കേണ്ടത്. ആ കൃപയാണ് ആ പ്രശ്നത്തെ പൊതിയേണ്ടത്. ഇത് മനസ്സിലാക്കണം. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം പറയുന്നു, അവൾ കൃപ നിറഞ്ഞവളായിരുന്നു. കണ്ടോ, കൃപ നിറഞ്ഞവളായിരുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ തലക്കെട്ട് പരിശുദ്ധമ്മയ്ക്ക് കൊടുക്കുന്നത്? ആ ഒരു സ്വഭാവ സവിശേഷത പരിശുദ്ധാത്മാവ് പറയുന്നതെന്നറിയാവോ? പിന്നീട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിപരീത അനുഭവങ്ങളാണ്. അപ്പോൾ ആ വിപരീത അനുഭവങ്ങളെ രക്ഷയാക്കി മാറ്റുന്നത് കൃപയാണ്. നമ്മുടെ ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പല മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളെയും രക്ഷയാക്കി മാറ്റുന്നത് കൃപയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറിന്തോസിലെ സഭയുടെ പ്രശ്നം അല്ലെങ്കിൽ എഫേസസിലെ സഭയുടെ പ്രശ്നം, അത് വലിയ പ്രശ്നമാണ്. അവിടെ പരിഹരിക്കേണ്ടത്, ആ പ്രശ്നത്തെ പരിഹരിച്ച് നിർത്തേണ്ടത് കൃപയാണ്. അപ്പോഴാണ് അവർക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നത്. കൃപയില്ലാത്തതാണ് സമാധാനത്തിൻ്റെ അഭാവത്തിൻ്റെ കാരണം. കൃപയില്ലാത്തതാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സമാധാനം നഷ്ടപ്പെടുത്താനുള്ള കാരണം. ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ ഡിവൈനിൽ ഞായറാഴ്ച വൈകുന്നേരം ധ്യാനം ആരംഭിച്ചു. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞൊക്കെ ഇറങ്ങി ധ്യാനക്കാരെ ഭക്ഷണത്തിനൊക്കെ വിട്ട് കഴിഞ്ഞ് ഞാൻ അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വൈദികരുടെ അച്ഛന്മാരുടെ ഊട്ടുമുറിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പുറത്ത് ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ഊട്ടുമുറിയിൽ നിൽക്കുന്ന, അവിടെ അച്ഛന്മാർ ഊട്ടുമുറിയിൽ സഹായിക്കുന്ന ചേച്ചി എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്, ഭയങ്കര ബഹളമാണ് ഒരു ഭർത്താവും ഭാര്യയും കൂടി. ഭയങ്കര ബഹളമെന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാട് എനിക്ക് അകത്ത് കേൾക്കാം. ഞാൻ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിച്ച് ഞാൻ ചെന്നപ്പോൾ ഇവർ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതെ ഇവർ ശക്തമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുക, പരസ്പരം കുറ്റപ്പെടുത്തുക, പരസ്പരം ഭയങ്കരമായിട്ട് വഴക്കിടുക. അവൻ എന്നെ ചതിച്ചു, ഇവളെ ഞാൻ സ്നേഹിക്കുന്നില്ല, അങ്ങനെ ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കില്ല, ഞാൻ മരിക്കും, അങ്ങനെ ഭയങ്കര ചിത്തയും ബഹളവും, ഭയങ്കര ശത്രുത, ഭയങ്കര വഴക്ക്. ഞാൻ രണ്ടുപേരോടും കുറച്ചു നേരം സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചു. അവരെ ഒരു കണക്കിന് ഒരാളെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിട്ടു. മറ്റൊരാളെ ഞാൻ പനക്ലച്ചിൻ്റെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ രണ്ടുപേരും. എന്നിട്ട് ഇവർ പോയി കിടന്നപ്പോൾ ഇവർ പോകാൻ നേരത്ത് പറഞ്ഞു, ഞങ്ങൾ ഒരു ഫ്ലോറിൽ താമസിക്കില്ല, ഭർത്താവും ഭാര്യയാണ്, ഞങ്ങൾക്ക് 2 മുറി വേണം. 2 മുറി തന്നാൽ മാത്രം പോരാ, 2 ഫ്ലോറിൽ തരണം. 2 ഫ്ലോറിൽ മുറി കൊടുത്തു. ഒരു ഫ്ലോറിൽ, എന്ന് വെച്ചാൽ അവർ പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു ഫ്ലോറിൽ ഒരു മുറി കൊടുത്തു, മറ്റേ ആൾക്ക് മറ്റൊരു ഫ്ലോറിൽ മറ്റൊരു മുറി കൊടുത്തു. ഭയങ്കര വഴക്ക്, ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, ചൊവ്വാഴ്ച എന്നോട് ഓഫീസിലെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ആ വഴക്കിട്ട് വന്നവരില്ലേ, അവർ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പം ഞാൻ അവിടെ താഴത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങ് വരുമ്പോൾ അവിചാരിതമായിട്ട് ഞാൻ അവരെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടി എന്നെ കൈകൂപ്പി കാണിച്ചു, അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ 2 മുറിയിൽ നിന്ന് 1 മുറിയിലേക്ക് താമസം മാറുകയാണ്. 2 മുറിയിൽ നിന്ന് 1 മുറിയിലേക്ക് താമസം മാറുകയാണ്. ഞായറാഴ്ച വന്നപ്പോൾ 2 ഫ്ലോറ് വേണം, 2 മുറി വേണമെന്ന് പറഞ്ഞവർ 1 മുറിയിലേക്ക് താമസം മാറുന്നു. എന്താ അവിടെ സംഭവിച്ചത്? അവർ 2 പേരുടെയും പ്രശ്നം മാറി എന്നുള്ളതല്ല, അവരുടെ ജീവിതത്തിലെ കൃപയെ അവർ തിരിച്ചറിഞ്ഞു. അത്രയും നന്മയുള്ളവരാണ് അവർ 2 പേരും. അത്രയും ദൈവഭയമുള്ളവരാണ് അവർ 2 പേരും. അത്രയും ഈശോ സ്നേഹിക്കുന്നവരുമാണ് അവർ 2 പേരും. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചില കുറവുകൾ പുറത്തു വന്നപ്പോൾ ആ കുറവുകൾ 2 പേർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല. അവിടെ എന്ത് പ്രവർത്തിച്ചില്ല? അവിടെ കുറവുകൾ വന്നു. കുറവുകൾ എല്ലാ ജീവിതത്തിലും ഉണ്ട്. ഇപ്പം ഞാനൊരു പുരോഹിതനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്.
നിങ്ങളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളും മുള്ളുകളും ഉണ്ട്. പൗലോസ് പറയുന്നത് എന്താ? എൻ്റെ ജീവിതത്തിലൊരു മുള്ളുണ്ട് അല്ലേ? ഈ മുള്ള് മാറിപ്പോകാൻ ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നതിൻ്റെ അർത്ഥം? അത് പ്രാർത്ഥനയുടെ പൂർണ്ണതയാണ്. ഈശോ 3 പ്രാവശ്യം നിലത്ത് വീണ് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രാർത്ഥനയുടെ പൂർണ്ണതയാണ് കാണിക്കുന്നത് അല്ലേ? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പൂർണ്ണതയാണ്. നമ്മുടെ കുർബാനയിലൊക്കെ 3 പ്രാവശ്യം എന്ന് പറയുന്നത് പൂർണ്ണത കാണിക്കുവാനാണ്, പ്രാർത്ഥനയുടെ പൂർണ്ണത കാണിക്കുവാനാണ്, അല്ലെങ്കിൽ ദൈവാരാധനയുടെ പൂർണ്ണത കാണിക്കുവാനാണ് ആ 3 പ്രാവശ്യം. പ്രിയപ്പെട്ടവരെ, പൂർണ്ണത കാണിക്കുവാൻ വേണ്ടിയാണ് 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പൗലോസ് പറയുക. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു ഈ മുള്ളു മാറിപ്പോകാൻ. അപ്പോൾ എന്താണ് ദൈവം പറയുന്നത്? എന്താണ് ദൈവം പറയുന്നത്? നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്ക് ഓർക്കണം. കൃപ ലഭിച്ചവർക്കേ ഇത് മനസ്സിലാകൂ അല്ലേ? കൃപ ലഭിച്ചവർക്കേ മനസ്സിലാകൂ. എല്ലാ ദാമ്പത്യ ജീവിതത്തിലും കൃപയുണ്ട്, എല്ലാ സമർപ്പിത പൗരോഹിത ജീവിതത്തിലും കൃപയുണ്ട്, എല്ലാ മക്കളുടെ ജീവിതത്തിലും കൃപയുണ്ട്. പ്രിയപ്പെട്ടവർ, ആ കൃപ പ്രവർത്തിക്കണം അല്ലേ? ആ കൃപ പ്രവർത്തിക്കണം. ആ കൃപയാണ്. നമുക്ക് ഓർക്കുക, ഈ ബൈബിളിൽ നമ്മൾ എടുത്തു നോക്കിക്കേ, ഉൽപ്പത്തി മുതൽ ഇങ്ങ് എടുത്തേ, ദൈവം വിളിച്ച ആരുടെ ജീവിതത്തിൽ ആ കുറവില്ലാത്തത്? അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് എന്തിനാ? വലിയ ജനതയുടെ പിതാവാകാൻ. പക്ഷെ ഓർക്കണം, അബ്രാഹം എങ്ങോട്ട് നോക്കി? അബ്രാഹം ആദ്യം നോക്കുന്നത് തൻ്റെ ശരീരത്തിലേക്കാണ്. ഞാൻ പ്രായം കവിഞ്ഞവനാണ്, എൻ്റെ ഭാര്യ പ്രായം തികഞ്ഞവളുമാണ്. നോക്കുമ്പോൾ വയസ്സ് 100, ചുക്കിച്ചുളിഞ്ഞ ശരീരം. കണ്ടോ, അവിടെ ഒരു കുറവുണ്ട്. പക്ഷേ ആ കുറവിനെ പരിഹരിക്കുന്നൊരു കൃപയുണ്ട്. മോശ എന്ത് പറഞ്ഞു? മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്. മോശ ഒരു കൊലയാളിയാണ്. മോശ അടിമത്തത്തിൽ ജനിച്ചൊരു കുഞ്ഞാണ്. ആ മോശയുടെ ദൈവം എന്ത് പറഞ്ഞു? നിന്നെ എനിക്കറിയാം. കണ്ടോ, അവിടെ മോശയ്ക്ക് ഒരു പ്രവാചകനായിട്ട്, ഒരു ലീഡറായിട്ട് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ അവിടെ നിർത്തുന്നത് ആരാ? കൃപയാണ്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏശയ്യാ പറഞ്ഞത് എന്താ? ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. കണ്ടോ, അപ്പോൾ എന്താണ് ആ ഏശയ്യായുടെ കുറവിനെ പരിഹരിക്കുന്നത്? കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്താ പറയുന്നത്? കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ കൃപ പ്രവർത്തിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ കൃപ പ്രവർത്തിക്കണം. കൃപയില്ലാത്തതിൻ്റെ ലക്ഷണമാണ് കലഹം, കൃപയില്ലാത്തതിൻ്റെ ലക്ഷണമാണ് വഴക്ക്, കൃപയില്ലാത്തതിൻ്റെ ലക്ഷണമാണ് പരസ്പരം മുറിവേൽപ്പിക്കുന്നു എന്നത്. കൃപ പ്രവർത്തിക്കണം. അപ്പോൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ കൃപയും സമാധാനവും എന്നത് ഒരുമിച്ച് പോകേണ്ടതാണ്. ഒരുപാട് പേര് ഇന്ന് അസ്വസ്ഥപ്പെടുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? ഏത് വിവാഹ ജീവിതത്തിലാണ് ആരാണ് പൂർണ്ണരായിട്ടുള്ളത്? ഏത് പുരോഹിതനാണ് പൂർണ്ണനായിട്ടുള്ളത്? ഏത് സമർപ്പിതനാണ് പൂർണ്ണനായിട്ടുള്ളത്? നമ്മൾ ആരും പൂർണ്ണരല്ല. ഈശോ വിളിച്ചേക്കുന്ന ആരും പൂർണ്ണരല്ല. ഈശോ നിന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ മനസ്സിലാക്കണം, നീ പൂർണ്ണനല്ല. പക്ഷേ എന്തിനാണ് ആ നിൻ്റെ കുറവ്? അത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാനാണ് അല്ലേ? ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടിയാണ് ഒരു കുറവ്. നമ്മൾ ബൈബിളിൽ മനോഹരമായ ഒരു സംഭവമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ ഒരു മനോഹരമായ സംഭവം നമ്മൾ വായിക്കും. അവിടെ 6-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട്. അവിടെ ഗിദെയോനെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണ്? ഗിദെയോൻ ഒളിച്ചിരിക്കുക. ഗിദെയോൻ മിദ്യാൻകാരെ ഭയന്ന് ഒളിച്ചിരിക്കുന്നു. മിദ്യാൻകാരെ ഭയന്ന് ഒളിച്ചിരിക്കുമ്പോൾ ആ ഗിദെയോനെ ദൈവം വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഗിദെയോനോട് പറയുന്നത്, ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കണ്ടോ, ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഇതാണ് ഗിദെയോനോട് കർത്താവ് പറയുന്നത്, ശക്തനും ധീരനുമായിരിക്കുക. അപ്പോൾ അവരെ ശത്രുക്കളെ ഭയന്ന് ഒളിച്ചിരിക്കുന്നു. ഗിദെയോൻ ഒളിച്ചിരിക്കുന്നു അല്ലേ? അവർ പീഡിപ്പിക്കുന്നു, അവർ ഓടിക്കുന്നു. കണ്ടോ, അതിനെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന അവനെ വിളിച്ചിറക്കിയിട്ട് ദൈവം പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക. എന്താ കാരണം? ഐ ആം വിത്ത് യു, ഞാൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഒരു കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിലൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ ആ മുള്ളുകൾ നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. വളരെ നല്ല ഒരു പ്രവചനമുണ്ട്.
എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിലാണ്. ഭയങ്കര നല്ലൊരു വചനമുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 28-24. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിലാരും മേലിൽ കുത്തുന്ന മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. കണ്ടോ, ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിലാരും മേലിൽ കുത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആയിരിക്കുകയില്ല. ഞാനാണ് ദൈവമെന്നവരറിയും. ഇസ്രായേൽ ഭവനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. പുതിയ നിയമത്തിലെ ഇസ്രായേൽ ഭവനം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. പുതിയ നിയമത്തിലെ ഇസ്രായേൽ ഭവനം നമ്മളാണ്. എന്ന് വെച്ചാൽ ഇനി അത് നമ്മളുടെ ജീവിതത്തിലെ ആ കുറവുകൾ നമ്മളെ മുറിവേൽപ്പിക്കുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആവുകയില്ല എന്ന്. കാരണം ഞാനാണ് ദൈവം. അപ്പോൾ യേശു ദൈവമായിട്ട് മാറുമ്പോൾ എന്ന് വെച്ചാൽ ആ ദൈവകൃപ നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ മുള്ളുകളും മുൾപ്പടർപ്പുകളും നമ്മളെ മുറിവേൽപ്പിക്കുന്നതായിട്ട് മാറില്ല. കണ്ടോ, പൗലോസ്ലീഹ പറഞ്ഞത് എന്താ? ഞാൻ ഈ മുള്ള് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ആ മുള്ള് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ മുള്ള് നമ്മുടെ ജീവിതത്തിൽ പലതാകാം. എന്തായിരിക്കും? ചിലർക്ക് ആ വെറുപ്പ് മുള്ളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ജഡിക പാപം മുള്ളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ മുള്ളായിരിക്കാം. ചിലർ പറഞ്ഞത് വലിയ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛാ, എത്ര ധ്യാനം കൂടി അച്ഛാ, എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ഇത് മാറിപ്പോകുന്നില്ല. ഒരുപാട് പേര് സങ്കടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോഴാണ് ഈശോ ഈ വചനം പറഞ്ഞു തന്നത്. ഒരുപാട് പേര് സങ്കടപ്പെടുന്നൊരു കാര്യം, അച്ഛാ ഇത് മാറിപ്പോകുന്നില്ല, എൻ്റെ ദേഷ്യം എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഒരുപാട് ഞാൻ തീരുമാനിക്കുന്നുണ്ട് അച്ഛാ, ഇനി എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് ദേഷ്യപ്പെടരുത്, ചീത്ത വാക്ക് പറയരുത് എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ. അല്ല, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല വെറുക്കുന്ന തിന്മ ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചില മുറിവുകൾ, ചില ആന്തരിക മുറിവുകൾ ഉണ്ടാകാം, അല്ലേ? ആന്തരിക മുറിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ആ ദൈവികമായ സമാധാനം, ദൈവികമായ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല, ദൈവികമായ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു പെൺകുട്ടി, അവൾ MBBS കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ, വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇവൾ പ്രാർത്ഥിക്കാൻ വന്നു. ഇവളുടെ പ്രശ്നം ഇതാണ്, ഇവളെല്ലാവരും കളിയാക്കുന്നു, ഇവളുടെ കൂടെയുള്ള ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ കളിയാക്കുന്നു. പ്രശ്നം ഇതാണ്, ഇവൾ സീനിയർ ഡോക്ടർമാരുടെ കൂടെ ഇങ്ങനെ പേഷ്യൻസിനെ കാണാൻ വേണ്ടി, രോഗികളെ കാണാൻ വേണ്ടി റൂമുകളിലും വാർഡുകളിലും പോകുമ്പോൾ ഇവളുടെ പ്രത്യേകത, ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൾക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യണം, ഇവൾക്ക് ടോയ്ലറ്റിൽ പോകണം. ഇവളെ ആരെങ്കിലും വിളിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാൽ, എങ്ങോട്ടെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ ഇവൾ ഉടനെ ടോയ്ലറ്റിൽ കയറും. എന്നിട്ട് ഇവൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 6 മിനിറ്റ് കഴിഞ്ഞ് ഇവൾ എപ്പം എന്ന് വെച്ചാൽ ഒരു റൂമിൽ ഒരു പേഷ്യൻസിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൂമിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ കയറണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഈ അമ്മ ഈ മകളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവൾക്ക് ആരോ ഇതിൽ കൈവശം കൊടുത്തിരിക്കുക, ആദ്യമായിട്ടാണ് മൂത്രം ഒഴിക്കുന്നതിൽ കൈവശം കൊടുത്തേക്കുന്നത്. ഇതാ പറയുന്നത്, കൈവശം കൊടുത്തിരിക്കുക. എന്താ സംഭവം എന്താണെന്നറിയാവോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുറിവ് കാണും. സംഭവം എന്താ? ഈ പെൺകുട്ടി ക്ലാസ്സിൽ മിടുക്കിയായിരുന്നു. അങ്ങനെ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഇവൾ ക്ലാസ് ലീഡറാണ്. അപ്പോൾ ഇവളുടെ അവളിപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കാറായപ്പോഴാണ് ഇവൾ വന്നത്. അങ്ങനെ ഓടിപ്പടഞ്ഞ് ക്ലാസ്സിൽ കയറി. അങ്ങനെ ക്ലാസ്സിൽ 1-ാമത്തെ പീരീഡ് കഴിഞ്ഞു. 2-ാമത്തെ പീരീഡിനിടയ്ക്ക് ഇൻ്റർവെല്ലില്ല, ടീച്ചർ വന്നു. അപ്പോൾ ടീച്ചർ വന്ന് 2-ാമത്തെ പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യണം, മൂത്രം ഒഴിക്കണം, ഭയങ്കര മൂത്രശങ്ക. പക്ഷേ ഈ പെൺകുട്ടി ക്ലാസ്സിനിടയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യമില്ല. കുഞ്ഞു കൊച്ചല്ലേ, 3-ലൊക്കെ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇവൾ ചെയ്ത കാര്യം ഇതാണ്, ഇവൾ ഇങ്ങനെ മൂത്രം ഒഴിക്കുക പിടിച്ച് വച്ച് ആ ഒരു അവസ്ഥ അത് പിടിച്ച് വെച്ചത് അവൾ കൺട്രോൾ ചെയ്തു, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. അങ്ങനെ 2-ാമത്തെ പീരീഡ് മാത്സ് പീരീഡായിരുന്നു, കണക്കിൻ്റെ ക്ലാസ് ആയിരുന്നു. കണക്ക് ക്ലാസ് കഴിഞ്ഞ് ഈ കണക്കിൻ്റെ ഹോംവർക്കിൻ്റെ ബുക്ക് ഇവളാണ് ലീഡർ. അപ്പോൾ ടീച്ചർ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ പറഞ്ഞത്,
ബുക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി ഈ ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ടീച്ചർ ഇത് പറയുന്നത്. അപ്പോൾ ടീച്ചർ ഇത് പറയുന്നു. ഉടനെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഉടനെ ഈ പുസ്തകമൊക്കെ എടുത്തു വെച്ച് പെട്ടെന്ന് ഈ ടീച്ചറിനോട് നോ പറയാൻ പറ്റുന്നില്ല. ആ കുട്ടി അങ്ങനെ ഒരു ശീലമില്ല. അപ്പോൾ ആ കുട്ടിയല്ലേ, നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര പേടിയൊക്കെയാണ്. അപ്പോൾ ഈ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ചെന്ന് ഇവൾ പുസ്തകം വെച്ചപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. ഇവൾക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവൾ ആ സ്റ്റാഫ് റൂമിൽ യൂറിൻ പാസ് ചെയ്ത് മൂത്രം ഒഴിച്ചു പോയി ഡ്രസ്സിൽ അവിടെ വെച്ച്. അപ്പോൾ അവിടെ എല്ലാ സ്റ്റാഫ് റൂമിൽ ഓരോ ക്ലാസ് കഴിഞ്ഞ് ടീച്ചേഴ്സ് വന്നു. പെട്ടെന്ന് ടീച്ചേഴ്സ് കണ്ടപ്പോൾ ടീച്ചേഴ്സ് അറിയാതെ ഒന്ന് കളിയാക്കി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും ചിരിച്ചു. ഇവളാകെ നിന്ന് വേർത്തു. ആ എല്ലാ ടീച്ചേഴ്സിൻ്റെയും നടുക്ക് നിന്ന് ഈ കുട്ടി ഇങ്ങനെ വിറങ്ങലിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു പിയോണോ ഒരു ചേച്ചിയോ വന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ആ കുട്ടിയെ ക്ലീൻ ചെയ്തു. പക്ഷേ ഈ കുട്ടി ഈ സ്റ്റാഫ് റൂമിൽ ഇത്രയും ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കുട്ടി വിറച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ പഠനം കഴിഞ്ഞു, അവൾ +2 കഴിഞ്ഞു, അവൾ MBBS പഠിച്ചു, അവൾ ഡോക്ടറായി. പക്ഷെ ഇപ്പോഴും അവൾക്ക് ആരുടെയെങ്കിലും മുമ്പിൽ ചെല്ലുമ്പോൾ അവൾക്ക് യൂറിൻ പാസ് ചെയ്യണം. കണ്ടോ, അന്നത്തെ ആ ഒരു പ്രശ്നം അവളുടെ ജീവിതത്തിൽ മുള്ളായിട്ട് മാറുന്നു. അവളുടെ ജീവിതത്തിൽ അവളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, അവൾ ഈശോയുടെ മുമ്പിലേക്ക് അവളെ വിട്ടുകൊടുത്തു. ഈശോയുടെ മുമ്പിലേക്ക് അവളുടെ ജീവിതത്തെ സമർപ്പിച്ചു. അപ്പോൾ ആ ഒരു കൃപ അവളുടെ ജീവിതത്തെ തൊട്ടു. നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള മുള്ളുകളുണ്ട്. ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ ദേഷ്യമാകാം, അതേതെങ്കിലും ആന്തരിക മുറിവാകാം, ഭയമാകാം, ചീത്ത സ്വഭാവമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജഡിക പാപത്തിൻ്റെ അടിമത്തമാകാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലഹരിയുടെ ദുരുപയോഗമാകാം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ചിലപ്പോൾ എത്ര ധ്യാനം കൂടി പ്രാർത്ഥിച്ചാൽ ഇത് മാറിപ്പോ. പക്ഷേ ഇതിലെന്ത് വരണം? നമ്മൾ എന്തിനാ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കൃപ വരുമ്പോൾ മാത്രമാണ് ഇത് മാറിപ്പോകുന്നത്. അത് ദൈവകൃപയിൽ ആശ്രയിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുള്ളുകളും. അതുകൊണ്ട് പൗലോസ്ലേ പറഞ്ഞ ആ വചനം, ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ കൃപ പ്രവർത്തിക്കണം. ആ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഓരോ ദിവസവും ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ദൈവകൃപയോട് ചേർന്ന് നിൽക്കണം, നമ്മൾ കൂദാശകളോട് ചേർന്ന് നിൽക്കണം, നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കണം, കൃപ നിൽക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ മുള്ളുകളും, എല്ലാ മുൾച്ചെടികളും നമ്മളെ മുറിവേൽപ്പിക്കാത്ത, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ചെറിയ മുള്ളുകളും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കും. സമാധാനം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ സമാധാനം അനുഭവിക്കണമെങ്കിൽ ഈ കൃപ നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് ആ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ആ കൃപ നമ്മളെല്ലാവരിലും സമൃദ്ധമാകട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.